ഓംകില അരുണാചൽ പ്രദേശത്തിന്റെ ഒരു ഗ്രാമത്തിൽ ഇരുന്നു. അത് ചൈനയുടെ വളരെ അടുത്താണ്. ഓംകിലയുടെ കുടുംബത്തിൽ അവരുടെ വയസ്സായ അമ്മ 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഓംകിലയുടെ കുടുംബ ചിലവ് കൃഷി ചെയ്താണ് നയിച്ചിരുന്നത്. ഓംകിലയുടെ ഗ്രാമം ചൈനയുടെ അടുത്തായതുകൊണ്ട് ഓംകില മോമോസ്, ചാമിൻ, വെജ് ഹക്ക നൂഡിൽസ്, മഞ്ചാവോ സൂപ്പ് ഇതുപോലുള്ള ചൈനീസ് ആഹാരം അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. ഓംകിലയുടെ അമ്മ പാടത്ത് ജോലി ചെയ്യും. പിന്നെ ഓംകില വീട്ടിലിരുന്നു കൊണ്ട് പാചകം ചെയ്യും. എന്തു പറ്റിയമ്മേ, ഇന്ന് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആണല്ലോ. മറ്റുള്ളവരുടെ പാടം പോലെ തന്നെ നമ്മുടെ പാടവും മിലിട്ടറിയുടെ അടുത്ത് പോകും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആഹാരത്തിന് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നമ്മുടെ പാടം പോയാൽ അതിനുള്ള നഷ്ടീട് അവര് നൽകില്ലേ? നമുക്ക് സ്വന്തം സ്ഥലമുണ്ടായാൽ അത് നമുക്ക് നല്ലതല്ലേ മോളെ? പക്ഷെ പണം അങ്ങനെയല്ല, കയ്യിൽ വന്നാൽ ഉടനെ ചിലവാകും. നിങ്ങൾ വിഷമിക്കേണ്ട അമ്മേ, ഇൻകമിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് മോമോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു നോക്കൂ. ചേച്ചി, നിങ്ങളുടെ ഈ മോമോസ് വളരെ നന്നായിട്ടുണ്ട്, കഴിക്കാനും നല്ല രസമുണ്ട്. ചോട്ടൂസ്, ഒരുപാട് മോമോസ് കഴിക്കുന്നെന്ന് തോന്നുന്നു. ശരി, നീ എണ്ണിയോ? എത്ര എണ്ണാ കഴിച്ചത്? 10 - 0 0. ഓംകില, ഇവന് പഠിക്കാൻ പറഞ്ഞു കൊടുത്തൂടെ? ഇങ്ങനെ തുടർന്നെന്ന് വെച്ചാൽ പിന്നെ ഇവനൊരു മണ്ടനായി മാറും. അമ്മേ, ഇവന് നല്ലൊരു ട്യൂഷൻ ആവശ്യമാണമ്മേ. ഞാൻ പറഞ്ഞാൽ ഇവൻ പഠിക്കുന്നില്ലമ്മേ. അടുത്ത ദിവസം വൈകുന്നേരം അവന്റെ അമ്മ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു, ഓംകില, നമ്മുടെ പാടം പോയി മോളെ. 2 ലക്ഷം രൂപ കിട്ടി. ഗ്രാമത്തിൽ കാശ് വെച്ച് എന്തെങ്കിലും ഒരു ജോലി തുടങ്ങിയാലോ? ഗ്രാമത്തിൽ ഒരു ജോലിയുമില്ല. ഞാൻ നഗരത്തിലേക്ക് പോകാം. ഏതെങ്കിലും ജോലിയോ തൊഴിലോ സെറ്റായാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാശ് അയച്ചു തരാം. പക്ഷെ നീ ഏത് നഗരത്തിലേക്ക് പോകും? ഞാൻ ഡൽഹിയിലേക്ക് പോകാം. നീ വിശാഖപട്ടണത്തേക്ക് പോ. അവിടെ നമ്മുടെ ഗ്രാമത്തിലുള്ള നാരിയൻ ജോലി ചെയ്യുന്നുണ്ട്. പുറത്തിരിക്കുന്ന നമുക്ക് അറിയാവുന്നവരെ കൊണ്ട് നമുക്ക് തീർച്ചയായും സഹായം കിട്ടും. ഓംകില ആന്ധ്രാപ്രദേശത്ത് കടൽക്കരയിൽ ഉള്ള ഒരു നഗരമായ വിശാഖപട്ടണത്തിലേക്ക് ചെന്നു. പിന്നെ തന്റെ ഗ്രാമക്കാരനായ നരേനെ ചെന്നവൾ കണ്ടു. ഞാൻ ഇവിടെ ജോലി അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാമോ? നിനക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഞാൻ ചൈനീസ് ഫുഡ് നന്നായിട്ട് ചെയ്യും. ഞാനൊരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാണ്. അവിടെ മോമോസ് ഉണ്ടാക്കുന്ന ആൾ ആവശ്യമാണ്. ഞാൻ എന്റെ മുതലാളിയോട് പറഞ്ഞു നോക്കാം. നാരയൻ റെസ്റ്റോറന്റ് ഓണറിനോട് സംസാരിച്ചു. പിന്നെ ഓംകിലയ്ക്ക് മോമോസ് ചെയ്യുന്ന ജോലി കിട്ടി. ആ റെസ്റ്റോറന്റ് കടലിന്റെ കരയിലായിരുന്നു. ജനങ്ങൾ ആ ബീച്ചിലേക്ക് വരും. പിന്നെ ആഹാരമൊക്കെ അവിടെ കിട്ടും. ഓംകിലയുടെ കൈകൊണ്ട് ചെയ്യുന്ന ടേസ്റ്റിയായ മോമോസ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിഷ്ണുവിന്റെ റെസ്റ്റോറന്റിന്റെ വരുമാനം ഒരുപാട് അധികരിച്ചു. പക്ഷെ വ്യാപാരം അധികം വരാത്തത് കൊണ്ട് വിഷ്ണു അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ സാലറി അധികരിച്ചില്ല. അദ്ദേഹം ഓംകിലയ്ക്ക് വെറും 10,000 രൂപയാണ് നൽകുന്നത്. ഓംകിലയ്ക്ക് അതിൽ തന്റെ കാര്യം നോക്കി വീട്ടിലേക്ക് പണം അയക്കാൻ കഷ്ടമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് 6 മാസമാകാൻ പോകുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെറും 8,000 - 10,000 അയക്കാൻ പറ്റുന്നുള്ളൂ. പാവം അമ്മ ചെലവിനായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ഓംകില റെസ്റ്റോറന്റ് ഓണറിനോട് ചെന്ന് സംസാരിച്ചു. അങ്കിൾ, എന്റെ സാലറി 15,000 രൂപയാക്കി തരുമോ? എന്നെ കൊണ്ട് വീട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഞാൻ കട വെച്ചിരിക്കുന്നത്? നിനക്ക് ഞാൻ ജോലി തന്നിട്ടുണ്ടല്ലേ, അത് തന്നെ വലിയ കരുണ തന്നെയാണ്. സാലറി ഒന്നും കൂടാൻ പോകുന്നില്ല. പോയി നിന്റെ ജോലി നോക്ക്. അപ്പോൾ ഓംകിലയുടെ കൈവശം വേറൊരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ റെസ്റ്റോറന്റിൽ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ആ റെസ്റ്റോറന്റിനടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പട്ടി വരും. ഓംകില അതിന് മോത്തി എന്ന് പേര് വെച്ചു. മോത്തി അവിടെ വരുമ്പോഴൊക്കെ ഓംകില അതിന് കഴിക്കാൻ 2 മോമോസ് നൽകും. ഒരു ദിവസം റെസ്റ്റോറന്റ് ഓണർ ഓംകില പട്ടിക്ക് മോമോസ് നൽകുന്നത് കണ്ടു. മോമോസ് വാങ്ങിക്കുന്ന സാധനത്തിന് വേണ്ടിയുള്ള കാശൊക്കെ നിന്റെ അച്ഛന്റെ കാശല്ല. അത് നീ എന്താ നായ്ക്ക് ഇട്ടോണ്ടിരിക്കുകയാണോ? ഈ 2 മോമോസ് പട്ടി കഴിക്കുന്നോണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്താ കുറഞ്ഞു പോയത്? ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയുന്നേ? ഈ മോമോസിനുള്ള കാശ് നിന്റെ സാലറി കട്ട് ചെയ്തോളാം. ആ മാസം വിഷ്ണു വെറും 8,000 രൂപയാണ് ഓംകിലയ്ക്ക് നൽകിയത്. ആ റെസ്റ്റോറന്റ് മുതലാളിയുടെ കൊടൂരമായ പ്രവൃത്തി കണ്ട് ഓംകില ഒരു തീരുമാനമെടുത്തു. ഓംകില നാരിയനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും എന്റെ ജോലി വിടാൻ പോകുക. ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. പക്ഷേ അതിനു വേണ്ടി നീ കുറെ സാധനത്തിന് കാശ് ആവശ്യമാണല്ലോ. പിന്നെ നിനക്ക് ഒരു കൗണ്ടർ ആവശ്യമാണ്. അതിൽ വെച്ചുകൊണ്ടാണ് നിനക്ക് മോമോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാശുണ്ടോ? എന്റെ കൈവശം അല്പം പണമുണ്ട്. നീ അല്പം പണം താ. ഓംകില കടൽക്കരയുടെ അടുത്തായിട്ട് ഒരു പെട്ടി കടയിൽ മോമോസ് വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ വിഷ്ണുവിന്റെ റെസ്റ്റോറന്റിലേക്ക് മോമോസ് കഴിക്കാൻ അധികം ആളുകൾ വരാറില്ല. ബീച്ചിലേക്ക് കറങ്ങാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ഓംകിലയുടെ കൈവശം നിന്നും മോമോസ് കഴിക്കും. ഓംകില ഇപ്പോൾ മാസം 20,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി.
വിഷ്ണുവിന്റെ ഓംകിലയുടെ കച്ചവടത്തിൽ ആൾക്കാർ ഒരുപാട് പോകുന്നത് കണ്ട് ദേഷ്യം വന്നു. ഇത്രയും ദിവസമായിട്ട് എന്റെ ഹോട്ടലാണ് ചൈനീസ് ഫുഡ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പെണ്ണ് വന്നിട്ട് എന്റെ മൊത്തം വ്യാപാരം അഴിച്ചല്ലോ. എന്ന് വേണമെങ്കിൽ ഇവളെ എന്നെ പോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു ചെടി വലിയ മരമായിട്ട് വരുന്ന മുമ്പ് അതിനെ നശിപ്പിക്കുന്നതാണ് നല്ലത്. വിഷ്ണു ഒരു ദിവസം ഓംകിലയുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, ഓംകില, എന്റെ ഈ പുതിയ വർക്കേഴ്സ് ഒക്കെ ഈ മോമോസ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നീ വീണ്ടും എന്റെ റെസ്റ്റോറന്റിലേക്ക് വന്നൂടെ? ഞാൻ നിനക്ക് സാലറി 2000 രൂപ ഞാൻ കൂട്ടി തന്നേക്കാം. വേണ്ട അങ്കിൾ, ഞാനിപ്പോ 20,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ വെച്ചാൽ നിന്റെ ഈ കട വന്നിട്ട് എന്റെ റെസ്റ്റോറന്റ് ദൂരമായിട്ട് കൊണ്ടുപോയേക്കേ. എന്തിനു ചെയ്യണം? ഈ ബീച്ചിന്റെ സ്ഥലമൊക്കെ നിന്റെ അച്ഛന്റെ സ്വന്തമാണോ? ഓംകില അങ്ങനെ പറയുന്നത് കേട്ടതും വിഷ്ണുവിന് ആകെ ദേഷ്യം വന്നു. അദ്ദേഹം പല്ല് കടിച്ചു. നിങ്ങൾ മോമോസ് അല്ലാതെ മറ്റെന്തൊക്കെയോ സെയിൽസ് ചെയ്യുന്നു, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറന്റ് മറ്റെവിടെങ്കിലും മാറ്റി വെക്കൂ. ഇപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് ഈ പെണ്ണ് സാലറി കൂട്ടി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ? ഇവളുടെ അഹങ്കാരം ഞാൻ അടക്കിയിട്ടില്ലെങ്കിലേ എന്റെ പേര് വിഷ്ണു ചന്ദ്ര ദേശായി അല്ല. അന്ന് രാത്രി ഓംകില തന്റെ റൂമിലേക്ക് പോയപ്പോൾ 2 ആളുകൾ അവളെ പിടിച്ചു. നീ നിന്റെ കട വിഷ്ണു അണ്ണന്റെ കടയിൽ നിന്ന് ദൂരം മാറ്റി വെച്ചിട്ടില്ലെങ്കിലേ അത് നിനക്കും പിന്നെ നിന്റെ കുടുംബത്തിന് അത് നല്ലതല്ല. ഞങ്ങളുടെ ആൾക്കാരെ അരുണാചൽ പ്രദേശ് വരെയുണ്ട്. നിങ്ങളുടെ കുടുംബവും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 പേരും ഓംകിലയെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി. ഓംകിലയ്ക്ക് ഒരുപാട് നേരത്തിന് ശേഷമാണ് ശ്വാസം വന്നത്. ഓംകില ഫോണിൽ തന്റെ അമ്മയോട് സംസാരിച്ചു. നീ പേടിക്കണ്ട മോളെ, ആരെ കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാനാവില്ല. നീ നിന്റെ ജോലിയിൽ ശ്രദ്ധ ചെലുത്ത്. നീ ഇപ്പൊ തന്നെ പോലീസിനെ ചെന്ന് കാണ്. ഓംകില പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. പോലീസ് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു. വിഷ്ണു ചേട്ടാ, നിങ്ങൾ ഈ ഏരിയയിലെ വലിയ മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ആരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല 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 ഇൻസ്പെക്ടർ, എനിക്ക് ആരെയും ഞാൻ കൊല്ലാനുള്ള ആവശ്യമില്ലല്ലോ. ഞാൻ ആ പെണ്ണിനെ ജസ്റ്റ് പേടിപ്പിക്കാൻ മാത്രം നോക്കിയതാണ്. ഇതുപോലെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യില്ല വിഷ്ണുട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം വരും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആ പെണ്ണിനെ ആ ബിസിനസ് അങ്ങ് ചെയ്യാൻ വിട്ടേക്കേ. പോലീസ് ചെന്നതിന് ശേഷം വിഷ്ണു ആലോചിക്കാൻ തുടങ്ങി. ബലം കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുടുങ്ങിപ്പോവും. ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. കുറച്ചു ദിവസത്തിന് ശേഷം ഓംകിലയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. ഹലോ മാം, ഞാൻ ഹിന്ദുസ്ഥാൻ പീ കമ്പനിയിൽ നിന്നും വന്നതാണ്. പ്ലീസ് നിങ്ങൾ ഞങ്ങളുടെ കോഡ് സ്കാനർ ഇട്ടുകൊള്ളുന്നോ? അതിന് കാശ് ആവശ്യം വരുമല്ലോ. ഇത് ഫ്രീ ആണ്. നിങ്ങൾ എന്റെ കയ്യിൽ നിങ്ങളുടെ മൊബൈൽ തരൂ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്തേക്കാം. കസ്റ്റമേഴ്സ് എല്ലാം ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഓംകില ആലോചിച്ചു നമ്മളും ഈ സ്കാനർ ഉപയോഗിക്കാമെന്ന്. ഓംകില തന്റെ മൊബൈൽ ആ പെണ്ണിന്റെ കയ്യിൽ നൽകി. ആ പെണ്ണ് ഒരു ഹാക്കറാണ്. അവളെ വിഷ്ണു ആണ് അവിടേക്ക് അയച്ചത്. ആ പെണ്ണ് ഓംകിലയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എല്ലാ കാശും എടുത്തു. ഇതാ കഴിഞ്ഞു. അടുത്ത ദിവസം ഓംകില തന്റെ ATM-ൽ നിന്നും കാശ് എടുക്കാനായി ചെന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലെന്ന്. ഓംകില ഉടനെ ബാങ്കിലേക്ക് പോയി. അവൾ തന്റെ അക്കൗണ്ടിനെ കുറിച്ച് അവിടെ അന്വേഷിച്ചു. ബാങ്കിലുള്ളവർ അവളോട് പറഞ്ഞു, അതായത് അവൾ ഓൺലൈൻ പേയ്മെന്റിൽ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ഓംകിലയ്ക്ക് മനസ്സിലായി ആ ഹിന്ദുസ്ഥാനി പെണ്ണ് അവളെ പറ്റിച്ചതാണെന്ന്. ഓംകില ആ പെണ്ണിനെ കുറിച്ച് റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകി. പക്ഷെ ആ പെണ്ണിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. മറുവശത്ത് വിഷ്ണു ഓംകിലയുടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു. അതിലാണ് ഓംകില എല്ലാ സാധനങ്ങളും വെച്ചിരുന്നത്. ഇപ്പോൾ ഓംകിലയുടെ കൈവശം ഇൻവെസ്റ്റ്മെന്റിന് കാശുമില്ല, പിന്നെ സാധനങ്ങളുമില്ല. അവൾ കരഞ്ഞുകൊണ്ട് നാരിയനെ കാണാൻ ചെന്നു. ഞാൻ പറ്റിക്കപ്പെട്ടു നാരിയൻ. എന്തു പറ്റി ഓംകില? നീ എന്തിനാ കരയുന്നത്? ഓംകില നാരിയനോട് നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. എനിക്ക് നിന്നെ കൊണ്ട് 10,000 സഹായിക്കാനാവുമോ? നാരിയൻ 2 ദിവസം മുൻപെയാണ് ഗ്രാമത്തിൽ നിന്നും വന്നത്. എന്നോട് ക്ഷമിക്കണം ഓംകില. ഞാൻ മെഞ്ഞാന്നാണ് എന്റെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയത്. എന്റെ എല്ലാ പണവും ഞാൻ കല്യാണത്തിന് ചെലവ് ചെയ്തല്ലോ. ഓംകില ബീച്ചിലിരുന്ന് കരയുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അതേ പട്ടി മോത്തി വന്നത്. അതിനാണ് ഓംകില മോമോസ് നൽകിയിരുന്നത്. ഇന്ന് നിനക്ക് നൽകാൻ എന്റെ കൈവശം ഒന്നും തന്നെ ഇല്ല. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു. മോത്തി ഉടനെ ഒരു ദൈവമായി രൂപം കൊണ്ടു. ഞാൻ സമുദ്രത്തിന്റെ ദേവൻ വരുണൻ. ഞാൻ ഈ നായുടെ രൂപത്തിൽ കടലിന്റെ തീരയിൽ ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നു. ജനങ്ങൾക്ക് പരീക്ഷയൊക്കെയായിരുന്നു. നിങ്ങൾ എന്തിനാ എനിക്ക് ദർശനം നൽകിയത്? ഞാൻ ഒരിക്കലും പൂജ പോലും ചെയ്യാറില്ല. ദൈവം എപ്പോഴും ഒരു പ്രാണിയുടെ രൂപത്തിലാണ് പരീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണദേവൻ ഓംകിലയ്ക്ക് കുറച്ച് വിത്തുകൾ നൽകി. ഈ വിതകളൊക്കെ കടൽ തീരത്തിൽ കുഴിച്ചു വെച്ചേക്ക്. അതിൽ വരുന്ന ചെടിയിൽ നിന്ന് നിനക്ക് മോമോസ് കിട്ടും.
നിന്നെ കൊണ്ട് മാത്രമാണ് ആ ചെടിയിൽ നിന്ന് മോമോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് വർണ്ണദേവൻ മാഞ്ഞുപോയി. ഓംകില ആ വിത്തുകൾ മണ്ണിൽ പുതച്ചിട്ടു. അടുത്ത ദിവസം തന്നെ ചെടികൾ വളർന്നു വന്നു. ആ ചെടി നിറയെ മോമോസ് വിളഞ്ഞിരുന്നു. ഓംകില ആ മോമോസ് പറിച്ച് ഒരു കുട്ടയ്ക്കകത്ത് വെച്ചു. എന്നിട്ട് മോമോസ് വിൽക്കാൻ തുടങ്ങി. ആ മോമോസിൽ അതേ രുചി ഉണ്ടായിരുന്നു. അതിൽ ഓംകില തന്റെ കൈകൊണ്ട് ചെയ്ത അതേ രുചി. വിഷ്ണുവിന് ഈ കാര്യം അറിഞ്ഞതും, അതായത് ഓംകില മണ്ണിൽ മോമോസ് ചെടി വളർത്തുന്നുവെന്ന്, അദ്ദേഹം രാത്രിയിൽ മോമോസ് പറിക്കാനായി ചെന്നു. വിഷ്ണു ഒരുപാട് സമയം ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു മോമോസ് പോലും പറിക്കാനായില്ല. പിന്നെ ആ ചെടിയും പിഴുതെടുക്കാനായില്ല. വിഷ്ണു മാർക്കറ്റിലേക്ക് ചെന്ന് കീടനാശിനി വാങ്ങിക്കൊണ്ടുവന്നു. അത് ചെടികളെ നശിപ്പിക്കാനുള്ളതാണ്. അദ്ദേഹം ആ മോമോസ് ചെടിയിൽ ആ മരുന്ന് മൊത്തം തെളിച്ചു. ഇപ്പോഴാണ് കളി തുടങ്ങിയത്. അപ്പോഴാണ് വേഗത്തിൽ ഒരു തിരമാല വന്നത്. അത് ചെടിയിലുണ്ടായിരുന്ന എല്ലാ മരുന്നും കഴുകി വൃത്തിയാക്കി. വിഷ്ണു ഒരു വണ്ടിയിൽ ഒരുപാട് മരക്കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം ആ മരക്കഷ്ണങ്ങൾ മോമോസ് ചെടിയുടെ പുറത്ത് ഇട്ടു. എന്നിട്ട് അദ്ദേഹം ആ മരത്തിൽ പെട്രോൾ ഒഴിച്ച് അതിനെ കത്തിച്ചു. വിഷ്ണു ഇപ്പോൾ കാര്യങ്ങളൊക്കെ സക്സസ് ആയെന്ന് കരുതി. പക്ഷെ അപ്പോഴാണ് ബീച്ചിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ തീ അണഞ്ഞുപോയി. ഈ മഴ ഈ നേരത്തിലാണോ വരേണ്ടത്? അപ്പോഴാണ് ലാരിയൻ അവിടേക്ക് വന്നത്. നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? ഓംകില എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ മോമോസ് ഒക്കെ ഒരു ദേവന്റെ വരമാണെന്ന്. ആർക്കും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാനൊരു നാത്തികനാണ്. എനിക്ക് ഈ ദൈവത്തിനെ പറ്റിയോ ഇല്ല വരത്തിനെ പറ്റിയോ ഒരു വിശ്വാസവും ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പിന്നെ ഈ ഓംകിലയുടെ ഫ്രീ മോമോസ് നശിപ്പിച്ചേ പറ്റുള്ളൂ. നീയും ഇത് നോക്കിക്കൊണ്ടിരുന്നോ? അപ്പോഴാണ് ഓംകില അവിടേക്ക് വന്നത്. വിഷ്ണു അങ്കിൾ, ആവശ്യമില്ലാതെ എന്റെ മോമോസ് ചെടിയോടൊപ്പം നിങ്ങൾ കളിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പോലീസിനെ ചെന്ന് കണ്ട് നിങ്ങളുടെ മേലിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ പോയാൽ എൻ്റെ ഇമേജ് ഒക്കെ നാശമായി പോകുമല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ് വളരെ നല്ലത്. നീ തെറ്റിദ്ധരിക്കുകയാണ് ഓംകില. ഞാൻ വെറുതെ ഈ മോമോസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം. നോറിൻ, നീ എന്റെ വീട്ടിലേക്ക് വാ. വിഷ്ണു നാരിയനെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. നോറിൻ, നീ എനിക്ക് വേണ്ടി ഒരു പണി ചെയ്തേ പറ്റൂ. എന്ത് ജോലിയാണ് സർ? നീ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് പോയിട്ട് ഓംകിലയുടെ അമ്മയ്ക്കും പിന്നെ അവന്റെ അനിയന്മാർക്കൊക്കെ സൂക്കേട് വർദ്ധിപ്പിക്ക്. ഒരു പക്ഷേ അവർക്ക് സുഖമില്ലാണ്ട് ഇരുന്നാൽ ഓംകില തീർച്ചയായിട്ടും അവരെ നോക്കാൻ വേണ്ടി അവൾ ഗ്രാമത്തിലേക്ക് പോകും. ഇങ്ങനെ ചെയ്താലേ ഓംകില നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ. നീ പണി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 15,000 രൂപ തരാം. ഇതിൽ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ജോലിയും ഇവിടെ ഉണ്ടാവില്ല. നാരിയന് ആകെ വിഷമമായി. അന്ന് രാത്രി അവന് ഉറക്കം വന്നില്ല. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ജോലിയും വിടാൻ പറ്റില്ല. എന്റെ ഭാര്യയും കുട്ടികളും വിഷം കൊണ്ട് മരിച്ചു പോവും. മുതലാളി പറഞ്ഞ ജോലി ചെയ്യാതെ എനിക്ക് വേറെ ഒരു വഴിയില്ലെന്നാ തോന്നുന്നത്. എന്ത് സംഭവിക്കുന്നു അത് നമുക്ക് വന്നു നോക്കാം. പക്ഷെ ഈ പാവമൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. ഞാനിതിൽ പെട്ടുപോയിട്ടാണ് ചെയ്യുന്നത്. ദൈവമേ, എന്നോട് ക്ഷമിക്കൂ. അവൻ ഗ്രാമത്തിലേക്ക് പോയി. എന്നിട്ട് ഓംകിലയുടെ വീട്ടിലേക്ക് സ്വീറ്റ് കൊണ്ടുപോയി. ഓംകിലയുടെ അമ്മ നാരിയന്റെ കുഞ്ഞമ്മയാണ്. ചേച്ചി, ഞാൻ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓംകിലയുടെ അമ്മയ്ക്ക് നാരിയനെ ഒരുപാട് വിശ്വാസമാണ്. വളരെ നല്ല കാര്യം മോനെ. അത് ശരി, വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മോനെ? ഓംകില എങ്ങനെയാ? വീട്ടിലെല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഓംകിലന്റെ വ്യാപാരം നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ മകൾ വളരെ അധ്വാനശാലിയാണ്. ഇതുപോലെയുള്ള പെണ്ണ് വളരെ നല്ലവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കുറച്ചു സമയം സംസാരിച്ചിട്ട് നാരിയൻ അവിടെ നിന്നും പോയി. ഓംകിലയുടെ അമ്മ പിന്നെ അവളുടെ സഹോദരങ്ങൾ എല്ലാവരും സ്വീറ്റ് കഴിച്ചു. അവർ 4 പേർക്കും അസുഖം പിടിച്ചു. അവരെല്ലാവരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ഓംകില തന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി തിരിച്ചു വീട്ടിലേക്ക് വരേണ്ടി വന്നു. ഇപ്പൊ എനിക്ക് ഒരു പേടിയും ഇല്ല. ഈ ചെടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ വ്യാപാരത്തിൽ നഷ്ടം ചെയ്യിപ്പിച്ചല്ലോ. വിഷ്ണു ഒരു റോളർ എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം ആ ചെടിയുടെ പുറത്ത് റോളർ കയറ്റി. പക്ഷെ എന്നാലും ആ ചെടികൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. റോളർ കയറി ഇറങ്ങിയതും തന്നെ ചെടികൾ വീണ്ടും പഴയതുപോലെ നിന്നു. ഇതൊക്കെ കണ്ട് വിഷ്ണുവിന് ഒരുപാട് ദേഷ്യം വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ മുൻപിൽ മോത്തി പട്ടി നിൽക്കുന്നു. വിഷ്ണു തന്റെ ദേഷ്യം പട്ടിയോട് കാണിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഈ നായിനെ വെറുതെ വിടാൻ പോകുന്നില്ല. വിഷ്ണു റോളർ പട്ടിയുടെ പുറത്ത് കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് പട്ടി ദൈവമായി മാറിയത്. പിന്നെ ദൈവം തന്റെ ശക്തി കൊണ്ട് വിഷ്ണുവിനെ റോളറോടെ തൂക്കി സമുദ്രത്തിലേക്ക് എറിഞ്ഞു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ ആരും രക്ഷിക്കൂ, എനിക്ക് നീച്ചൽ അറിയില്ല. വർണ്ണദേവൻ അദ്ദേഹത്തിന് അടുത്തു ചെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. ഓംകിലയുടെ ജോലിയിൽ നീ ഇനി ശല്യം ചെയ്യാൻ പാടില്ല.
ഞാൻ വാക്ക് തരാം, ഓങ്കിലയുടെ വ്യാപാരത്തിൽ ഇനി ഞാൻ ഒരു ശല്യം ചെയ്യില്ല. അവളുടെ പണവും ഞാൻ തിരിച്ചു കൊടുത്തേക്കാം, അവളുടെ കൗണ്ടറും ഞാൻ കൊടുത്തേക്കാം. അപ്പോഴാണ് ദൈവം വിഷ്ണുവിനെ പൊക്കിയെടുത്ത് കരയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മാഞ്ഞുപോയി. അദ്ദേഹം ഓംഗിലയുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഓംഗിലയുടെ കുടുംബത്തെ സംരക്ഷിച്ചു. ഓംഗില നഗരത്തിലേക്ക് തിരിച്ചു വന്നു. തന്റെ വ്യാപാരം പഴയതുപോലെ അവൾ നടത്തി. ശ്യാം പിന്നെ റീമ ഭാര്യയും ഭർത്താവുമാണ്. രണ്ടുപേരും അവരുടെ മക്കളോടൊപ്പം മണാലിയിലാണ്. രാവിലെ ശ്യാമും റീമയും മാഗി വിറ്റുകൊണ്ടേയിരിക്കും. പിന്നെ വൈകുന്നേരമായതും രണ്ടുപേരും മോമോസ് വിൽക്കും. അവരുടെ മോമോ വ്യാപാരം നന്നായി പോയിക്കൊണ്ടിരുന്നു. ആരൊക്കെ മണാലി ചുറ്റിക്കാണാൻ വരുന്നു അവരെല്ലാം തീർച്ചയായും ഇവരുടെ കയ്യിൽ മോമോ വാങ്ങി അത് സന്തോഷത്തോടെ കഴിക്കും. ജനങ്ങൾക്ക് ശ്യാം ഉണ്ടാക്കുന്ന മോമോസ് വളരെ ഇഷ്ടമാണ്. പക്ഷേ റീമ ഉണ്ടാക്കുന്ന മാഗി അവർ ശ്രദ്ധിച്ചേയില്ല. അതുകൊണ്ട് ശ്യാം പിന്നെ റീമയ്ക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഭാര്യേ, ഇന്ന് കഴിക്കാൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആ മാഗി കഴിച്ചാൽ തന്നെ എന്ത് രുചിയാണെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്നെ ഇനിയും കളിയാക്കൂ, ഞാൻ ഇനിയും കേൾക്കണം. പുറത്തുള്ള ആൾക്കാർക്കും എന്റെ മാഗി അത്ര ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങി. റീമ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി. ഒരു ദിവസം ശ്യാമിന്റെ കടയിലേക്ക് ഒരാൾ വന്ന് ശ്യാമോട് ഇങ്ങനെ പറഞ്ഞു. സാർ, നിങ്ങളുടെ മോമോസിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെയുള്ള മോമോസ് മണാലിയിൽ മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ കിട്ടുകയേയില്ല. എനിക്ക് താങ്കളുടെ കൈ പിടിച്ച് ഒരു ഉമ്മ തരണമെന്ന് തോന്നുന്നു. ഇങ്ങനെ ആൾക്കാർ പുകഴ്ത്തിയിട്ട് ഒരുപാട് നാളായി. എന്നാൽ ഇതുപോലെയുള്ള പുകഴ്ത്തൽ കേട്ട് കേട്ട് എനിക്ക് ബോറടിച്ചു. എന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ. നിങ്ങൾ നന്നായി ജീവിക്കട്ടെ. നിങ്ങളുടെ ഈ ടാലന്റ് ആരും മോഷ്ടിക്കാതെ ഇരിക്കട്ടെ. അത് ടാലന്റ് ഉണ്ട്, അതുകൊണ്ട് അഹങ്കാരം. അയാൾ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ശ്യാമിന്റെ ഈ വിജയം കണ്ട് വീണ്ടും ഒരുപാട് പേർ ആ സ്ഥലത്ത് തന്നെ മോമോസ് വ്യാപാരം തുടങ്ങി. നമ്മുടെ വ്യാപാരത്തിൽ ആർക്കും കണ്ണ് പറ്റിയെന്നാ തോന്നുന്നേ. ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞതാ, ഒരുപാട് കാണിച്ചു കൂട്ടണ്ടെന്ന്. കേക്കണ്ടേ? നമ്മളെ കണ്ട് വീണ്ടും കുറെ പേർ മോമോസ് വ്യാപാരം തുടങ്ങിയിട്ടുണ്ട്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജനങ്ങൾ കച്ചവടമല്ല നോക്കുന്നത്, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണോ അതാണ് നോക്കുന്നത്. അവർ നമ്മളെക്കാൾ നന്നായി ചെയ്ത് നല്ല കച്ചവടവും ചെയ്യും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനേ പറ്റില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു വഴി ഉറപ്പായും കാണും. ഇല്ലെങ്കിൽ നീ പറയുന്നത് സത്യമായി മാറും. ശ്യാം റീമ പറഞ്ഞത് അധികം ശ്രദ്ധിച്ചേയില്ല. പിന്നെ കുറച്ച് ദിവസം കൊണ്ടേ അവരുടെ വ്യാപാരം ഡൗൺ ആവാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ശ്യാമിന് വിഷമം തോന്നി. ശ്യാം ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് കച്ചവടത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അവന് ആക്സിഡന്റ് ആയി. അതുകൊണ്ട് അവന് പരിക്കേറ്റിരുന്നു. വളരെ അധികം പരിക്കേറ്റതുകൊണ്ട് ശ്യാമിന് 3 മാസം വരെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഇയാളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇയാളോട് പറയൂ, ആദ്യത്തെ പോലെ ജോലി ചെയ്യരുതെന്ന്. വിശ്രമം വേണം. ശ്യാമിന് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെയധികം വിഷമിച്ചു. അവൻ കുടുംബത്തിലെ കഷ്ടപ്പാട് കണ്ട് റീമയോട് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എനിക്ക് നിന്നെ സഹായിക്കാനും പറ്റിയില്ല. നീ തനിയെ ഇതെല്ലാം എങ്ങനെ നോക്കും? എനിക്ക് എൻ്റെ കുടുംബത്തിനെ തന്നെ സഹായിക്കാൻ പറ്റുന്നില്ലെന്ന അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. നിങ്ങൾ വീടിനെ കുറിച്ച് വിഷമിക്കണ്ട. നമ്മുടെ കുട്ടികളെ എന്റെ വീട്ടിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. കുറച്ചു ദിവസം നിങ്ങളെ നോക്കി ഈ വീട് ഞാൻ നോക്കിക്കോളാം. ഒരുപക്ഷെ എനിക്കും നിന്നെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. റീമ അവളുടെ കച്ചവടം വീണ്ടും തുടങ്ങി. ശ്യാമിന്റെ സഹായമില്ലാത്തതുകൊണ്ട് അവൾക്ക് മാഗി മാത്രമേ ഉണ്ടാക്കി വിൽക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ വ്യാപാരം ഒരുവിധം പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ റീമ അവളുടെ കട തുറന്നോ ഇല്ലയോ. അതേസമയം ആ സ്ഥലത്ത് ഒരു പാവപ്പെട്ട വയസ്സായ ആൾ ഭിക്ഷ ചോദിച്ചുകൊണ്ട് റീമയുടെ കടയിലേക്ക് വന്നു. ആ പാവപ്പെട്ട വയസ്സായ ആൾ റീമയെ കടയിൽ കണ്ട് ശ്യാമിനായി നോക്കിക്കൊണ്ടേയിരുന്നു. മോളെ, ഇവിടെ നല്ല രുചിയായിട്ട് മോമോസ് ഉണ്ടാക്കുന്ന ഒരു നല്ല യുവാവുണ്ടായിരുന്നല്ലോ. അവൻ എവിടെ പോയി? അവൻ എനിക്ക് മോമോസ് തന്ന് ഒരുപാട് ദിവസമായി മോളെ. അദ്ദേഹം എന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ദിവസം മുന്നേ ആക്സിഡന്റ് ആയി. അതുകൊണ്ട് ഞങ്ങളിപ്പോ മാഗി മാത്രമേ വിൽക്കുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മാഗി ചെയ്തു തരാം, നിങ്ങൾ അത് കഴിച്ചോളൂ. റീമ പാവപ്പെട്ട വയസ്സായാൾക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തു. മാഗി കഴിച്ചതും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. കൊള്ളാം. ഇതുപോലെ രുചിയുള്ളൊരു മാഗി ഞാൻ കഴിച്ചിട്ടേയില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവിന്റെയും കയ്യിൽ എന്തു മായാജാലമാണെന്നേ അറിയില്ല. ദൈവം നിങ്ങൾക്ക് ഒരു കുറവും വരാതെ നോക്കിക്കോളും. ആ വയസ്സായാൾ പറഞ്ഞത് കേട്ട് റീമയ്ക്ക് സന്തോഷം തോന്നി. പിന്നെ മാഗിയുടെ പൈസയും ചോദിച്ചു. വളരെ നന്ദി,
ശരി, മാഗിക്കായി പൈസ തരൂ. പണമോ? എന്തു പണം? ഞാൻ ഒരിക്കലും നിന്റെ ഭർത്താവിന് പണം കൊടുത്തിട്ടേയില്ല. ഞാൻ എപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും അവൻ എനിക്ക് ഫ്രീ ആയിട്ട് മോമോസ് തരും. അതിരാവിലെ വന്ന് ഇയാൾ എന്റെ ദിവസം തന്നെ നശിപ്പിച്ചു. ഇനി ഇന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും. ആ പാവപ്പെട്ട വയസ്സായാൽ അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ നിന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് മോമോസ് കഴിച്ചിട്ട് അവന് ഒരു മാന്ത്രിക രക്ഷ എപ്പോഴും കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ കടയിൽ നല്ലതുപോലെ കച്ചവടം നടന്നു വന്നിരുന്നത്. അതിലൊന്നു വേണമെങ്കിൽ നിനക്കും ഞാൻ തരാം. ആ വയസ്സായാൾ തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു ചരട് പുറത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഈ രക്ഷ നീ നിന്റെ ഈ കടയിൽ കെട്ടിയിട്. അപ്പോൾ കച്ചവടം എങ്ങനെ നടക്കുന്നെന്നും കണ്ടു. എന്ത് ചരട്? അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചതേ ഇല്ലല്ലോ. ഇതാ, ഇന്നു മുതൽ മാഗിയും മോമോസും ഒരുമിച്ച് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങൂ. നീ മാഗി വളരെ നന്നായി ഉണ്ടാക്കുന്നു. നിന്റെ ഭർത്താവിന്റെ സഹായം കൊണ്ട് മാഗിയും പിന്നെ മോമോസും ഒരുമിച്ചാക്കി അത് നല്ല രീതിയിൽ കച്ചവടം ചെയ്യ്. ഇങ്ങനെ പറഞ്ഞ് ആ വയസ്സായാൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. റീമ വീട്ടിലേക്ക് പോയതും ശ്യാമിനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. ശ്യാം എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആ ദരിദ്രനായ സ്വാമിജി ഒരു തവണ നമ്മുടെ കടയിലേക്ക് വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മോമോസ് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹം എനിക്കൊരു രക്ഷയും തന്നു. അത് ഞാൻ നമ്മുടെ മോമോസ് ഉണ്ടാക്കുന്ന കടയിലും കെട്ടി. നല്ല രീതിയിൽ കച്ചവടവും നടന്നു. ഇത് അതേ മാന്ത്രിക രക്ഷയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അതിനോടൊപ്പം നമ്മൾ മാഗി മോമോ ഒരുമിച്ച് വെച്ച് മാഗി മോമോസ് വിൽക്കാനായി പറഞ്ഞു. അദ്ദേഹം എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തേ പറ്റൂ. ഇതിലൂടെ നമ്മുടെ കച്ചവടവും വളരെ നന്നായി മാറും. ശ്യാം പറഞ്ഞത് കേട്ടുകൊണ്ട് റീമ തന്റെ കടയിൽ ആ പാവപ്പെട്ട വയസ്സാൾ കൊടുത്ത ചരട് കെട്ടിവെച്ചു. പിന്നെ മാഗി മോമോസും ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ മണാലിയിലുള്ള എല്ലാവരും മാഗി മോമോസിനെ കുറിച്ച് സംസാരിച്ചു. റീം ഉണ്ടാക്കുന്ന മാഗി മോമോസ് മണാലിക്ക് വരുന്ന ടൂറിസ്റ്റിനെ എത്ര ഇഷ്ടപ്പെട്ടു എന്നോ എല്ലാവരും അത് തന്നെ ചോദിച്ചു വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ള മോമോസ് വ്യാപാരികളെല്ലാം അവരുടെ കട പൂട്ടി അവിടെ നിന്ന് തന്നെ പോയി. ഇപ്പൊ ശ്യാമിന്റെ ആരോഗ്യവും ആദ്യത്തേക്കാൾ കുറച്ച് ഭേദമായി. ഇനി ഞാനും നിന്നെ സഹായിക്കാം. നമ്മുടെ കച്ചവടം വളരെ നന്നായി മുൻപോട്ട് പോകും. നമ്മുടെ മാഗി മോമോസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തള്ളുവണ്ടി ഒരു ക്യാൻറ്റീനായി മാറ്റിയാൽ നന്നായിരിക്കും. അതിൽ നമുക്ക് വിധവിധമായ മാഗി മോമോസ് ഉണ്ടാക്കാം. നമുക്കും ഒരുപാട് ലാഭം കിട്ടും. ക്യാൻറ്റീൻ മാത്രമല്ല, നമുക്ക് മോമോസിന്റെ ഒരു ഫാക്ടറി തന്നെ തുടങ്ങാൻ പറ്റും. നീ നമ്മുടെ കുടുംബത്തിനെ വളരെ നന്നായി തന്നെ നോക്കി. ഞാൻ അവിടെ ഇല്ലാതെ ഇരുന്നിട്ട് പോലും ഇതെല്ലാം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു. ശ്യാമും റീമയും ചേർന്ന് ഒരു വലിയ മോമോസ് ക്യാൻറ്റീൻ ആരംഭിച്ചു. ഇപ്പൊ അവരുടെ വ്യാപാരം മുന്നേറ്റേക്കാൾ വളരെ നന്നായി പോകുന്നു. ഇപ്പൊ വീണ്ടും അവരുടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷമായി ജീവിച്ചു. ചന്ദൻ ഒരു വലിയ പണക്കാര വീട്ടിലെ ചെറുക്കനാണ്. പക്ഷെ അവൻ വളരെ മോശമായവനാ. അവൻ വീട്ടിലും വീട്ടിന്റെ പുറത്തും ശരി ആരോടും മര്യാദയോടെ സംസാരിക്കുക പോലും ചെയ്യില്ല. അവന്റെ ഈ സ്വഭാവം കാരണം അവന്റെ വീട്ടിലുള്ളവരെല്ലാവരും വളരെ വിഷമത്തോടെയാണ്. എല്ലാവരും അവനെ മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ചന്ദൻ ആരും പറയുന്നത് കേൾക്കുന്നില്ല. മോനെ, നിന്റെ വായ അല്പം കൺട്രോൾ ആയിട്ട് വയ്ക്കാൻ നോക്ക്. നീ ആരോടെങ്കിലും സംസാരിച്ചാൽ അവരുടെ വയസ്സൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കേ. ഞാൻ എന്താ ചെയ്യാൻ പാടില്ല നിങ്ങളടുത്ത് പറഞ്ഞു തരണ്ട. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മോളെ നോക്കിക്കോളൂ. നാളെ അവൾ അവളുടെ അമ്മായി വീട്ടിലേക്ക് പോവും. അവൾക്കാണ് നിങ്ങൾ മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എനിക്കൊന്നും വേണ്ട. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ നിന്റെ അനിയത്തിയാണ്. ഞാനും നിന്റെ അച്ഛനും നിനക്ക് ഇങ്ങനെയുള്ള മാനേഴ്സ് ആണോ പറഞ്ഞു തന്നത്? പറയൂ, നീ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോടും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു. ഞാൻ ആരെടുത്തും ഒന്നും പഠിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്ത് പഠിക്കണോ അത് ഞാൻ പഠിച്ചോളാം. മനസ്സിലായോ? എനിക്ക് ആരുടെ ദയവും വേണ്ട. ചന്ദന്റെ സംസാരം കാരണം പിന്നെ അവന്റെ പ്രവൃത്തി കാരണം വീട്ടിലുള്ളവർ എല്ലാരും തന്നെ അവനെ വെറുത്തു കളഞ്ഞു. അതായത് എല്ലാവരും ചന്ദനോടുള്ള പരാതിയുമായി അവനെ അച്ഛനെ കാണാനായി വന്നു. കാരണം ചന്ദന് അവന്റെ അച്ഛനെ മാത്രമാണ് പേടി. നിങ്ങൾ തന്നെ നോക്കൂ ചേട്ടാ, ഈ ചന്ദൻ നന്നാവുന്നത് പോലെ തോന്നുന്നില്ല. ദിവസം തോറും ഇവൻ ചീത്തയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവനെ എന്തെങ്കിലും ചെയ്യുന്നേ, അല്ലെങ്കിൽ ഈ ഗ്രാമം മൊത്തം നമ്മൾ നാണം കെടേണ്ടി വരും. ഞാനിത് കുറെ പേര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്.
ഇപ്പൊ അവനൊക്കെ വല്ലാതെ കോപക്കാരനായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ തെറ്റായിട്ട് വേണ്ടിട്ട് പറയുന്ന വെച്ചാലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് നോക്കൂ. ഞാൻ അവനെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. എന്തു പറ്റി? ഇപ്പൊ എന്തിനാ അനാവശ്യമായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എല്ലാവരും നിന്നെ പറ്റിയാണ് കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ആരാണ് കംപ്ലൈന്റ് ചെയ്ത് വെച്ചാൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതിയില്ലേ? എന്റെ ടൈം എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്? നിനക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ട്. പക്ഷെ തെറ്റൊക്കെ എന്റേതാണ്. എന്റെ മകൻ ഇത്രയും വലിയ കോപക്കാരനായിട്ടുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പുറപ്പെടുകയാണ്. ഇനി ആരും എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ നിനക്ക് വല്ലാതെ സ്ഥാനം കൊടുത്തെന്ന് തോന്നുന്നു. ഇന്ന് തൊട്ട് നിന്റെ പോക്കറ്റ് മണി ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇനി നീ ഈ വീട്ടിൽ മാത്രം ഉണ്ടാവുണ്ട്. പുറത്തു പോയാൽ നീ വല്ലാതെ മോശമാവുന്നുണ്ട്. ചന്ദൻ അവന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. പിന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. നീ മാത്രം ഇപ്പൊ വീട് പുറത്തു പോയാൽ പിന്നെ വീണ്ടും തിരിച്ചു വരാൻ പാടില്ല. ഇനി നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ല. എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം. ചന്ദൻ ദേഷ്യത്തിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. പക്ഷെ ഇപ്പോൾ അവന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല അവൻ ഇപ്പോൾ എവിടേക്ക് പോകണമെന്ന്. അതുകൊണ്ട് അവൻ ഒരു മോമോക്കാരനെ കാണാൻ ചെന്നു. അവിടെയാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് മോമോസ് കഴിക്കുന്നത്. ഒരു പ്ലേറ്റ് മോമോസ് തരൂ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ചേട്ടാ, ഇപ്പൊ കുറച്ച് മോമോസേ ഉള്ളൂ. ഒരു പ്ലേറ്റിൽ ഒരു മോമോസ് വരില്ലല്ലോ. രാത്രി വല്ലാതെ വൈകിയും പോയി. ഞാൻ കട മൂടാ എന്ന് വിചാരിച്ചേട്ടാ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി, പോയി എനിക്ക് പാനിപൂരി കൊണ്ടുപോവാ. ചന്ദൻ ഇങ്ങനെ പറഞ്ഞത് മോമോസ്കാരൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്ലേറ്റ് പാനിപൂരി കൊണ്ടുവന്നു. പിന്നെ അതേ പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് മോമോസ് വെച്ച് കൊണ്ടുവന്നു. ഇത് വാങ്ങിച്ചോളേട്ടാ. പാനിപൂരി ഉണ്ട്, പിന്നെ മോമോസും ഉണ്ട്. ചന്ദൻ വേണ്ട വെറുപ്പോടെ ആ പ്ലേറ്റിലേക്ക് നോക്കി. അവന് ചെറിയ വിശപ്പുണ്ടായിരുന്ന നേരാണ്. പക്ഷെ അവനത് കഴിക്കാൻ തോന്നിയില്ല. ഇതുപോലുള്ള പാനിപൂരി മോമോസ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പുതിയതായിട്ട് കഴിക്കണം. ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ വെറുത്തു പോയതാണ്. വീട്ടിലുള്ള സംസാരം കേട്ടിട്ട് ഞാൻ അല്ലാതെ ടെൻഷനാണ്. ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഇതും കഴിക്കണോ? ചന്ദൻ ദേഷ്യത്തോടെ പാനിപൂരിക്കകത്ത് മോമോസ് എടുത്തിട്ടു. ആ മോമോസ് പാനിപൂരിയിലുള്ള മസാല വെള്ളത്തോടൊപ്പം മിക്സായി. ഇത് നീ തന്നെ കഴിച്ചോ. നിന്നെ കൊണ്ട് ദിവസം ഇത് കഴിക്കാൻ പറ്റുമോ? നിങ്ങളല്ലേ എൻ്റെ അടുത്ത് മോമോസ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ പാനിപൂരി വേണം നിങ്ങളല്ലേ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാണ്ട് എന്നോട് ദേഷ്യപ്പെടുന്നത്? ഇതിൽ കഴിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ ചെറുക്കൻ പാനിപൂരിക്കകത്തിട്ടിരിക്കുന്ന മോമോസ് എടുത്ത് കഴിച്ചു. അവനത് വളരെ ടേസ്റ്റി ആണെന്ന് തോന്നി. ചേട്ടന്റെ ദേഷ്യത്തിൽ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. ഇതിന്റെ ടേസ്റ്റ് വളരെ ഡിഫറെന്റ് ആയിട്ടും സൂപ്പർ ആയിട്ടുണ്ട്. നീ പറയുന്നത് സത്യമാണോ? എന്നാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ചന്ദനും ആ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എല്ലാ മോമോസും പാനിപൂരി ഇട്ട് കഴിക്കാൻ പോവുകയാണ്. ചന്ദൻ ഇതുപോലെ എല്ലാ മോമോസും പാനിപൂരിക്കകത്തിട്ട് കഴിക്കാൻ തുടങ്ങി. ആ ശരി ചേട്ടാ, നിങ്ങൾ പുറപ്പെട്ടോ. ഞാൻ എന്തായാലും ഇപ്പൊ കട മൂടാൻ പോവുകയല്ലേ. എന്നെ വീട്ടിൽ നിന്ന് പുറത്തയച്ചളഞ്ഞു. ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീട്ടിലുള്ളവര് അവരുടെ സഹായം അല്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് കാണിക്കണം. മനസ്സിലായോ? ചന്ദൻ ഇപ്പോൾ ആ വ്യാപാരിയുടെ കൂടെ ചേർന്ന് മോമോസ് വ്യാപാരം ചെയ്യാൻ തീരുമാനിച്ചു. ചേട്ടാ, മോമോസ് വിൽക്കുന്നോണ്ട് അത്ര ഒന്നും വരുമാനം ഉണ്ടാവില്ല. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ വീട് തന്നെ നോക്കുന്നത്. എന്നെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ശമ്പളമൊക്കെ തരാൻ പറ്റുക? ചന്ദന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതായത് മോമോസ്കാരൻ അവനെ ആ കടക്കാരൻ കൂടെ വെച്ചിരിക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ അവന് അല്പം പേടി തോന്നി. കാരണം അവന്റെ കയ്യിൽ ഒരു ജോലിയുമില്ല. പിന്നെ അവന് താമസിക്കാൻ ഒരു വീടും ഇല്ല. ചന്ദന് മോമോസ്കാരൻ പറഞ്ഞത് കേട്ട് വല്ലാതെ ദേഷ്യം വന്നു. നീ എന്താ വിചാരിച്ച്? ഞാൻ എന്താ ഭിക്ഷക്കാരനോ? ഞാൻ നിന്റെ അടുത്ത് ജോലി തേടിയാ വന്ന്? നിന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ജോലി കൊടുത്തവനാണ്. നിങ്ങളുടെ ഈ ഗുണം കൊണ്ടാണ് ആൾക്കാർക്ക് ആർക്കും നിങ്ങളെ ഇഷ്ടമില്ലാത്തത്. നിങ്ങളുടെ ഗുണം കുറച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ കൂടെ ജോലിക്ക് വെച്ചേനെ. നിന്റെ അടുത്ത് ജോലി ചെയ്യണമെന്ന് എനിക്ക് ഒരു ആവശ്യമില്ല. ചന്ദൻ ദേഷ്യത്തോടെ ആ സ്ഥലത്തു നിന്നും പുറപ്പെട്ടു പോയി. എന്നിട്ട് പാനിപൂരി കടക്കാരനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ജോലിയുടെ കാര്യത്തിനായി സംസാരിച്ചു. ഞാൻ ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കടയിൽ എനിക്ക് ജോലി കിട്ടുമോ? എന്റെ ഇത് ഒരു ചെറിയ കടയാ മോനെ. ഞാൻ എങ്ങനെയാ നിനക്ക് ജോലി തരിക? നീ തന്നെ പറ. ഇപ്പോ ചന്ദന് മനസ്സിലായി. അതായത് അവൻ ഇപ്പോഴും തന്റെ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ പിന്നെ അവന് തെരുവിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരുമെന്ന്. അതുകൊണ്ട് അവൻ വളരെ സ്നേഹത്തോടെ പാനിപൂരിക്കാരനോട് സംസാരിച്ചു. ഇത് നോക്കൂ, എന്റെ അടുത്ത് നല്ല ഐഡിയ ഉണ്ട്. അത് നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെയ്താൽ അത് നന്നായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് സഹായിക്കണം.
നമ്മൾ രണ്ടുപേര് ചേർന്ന് ചെയ്തിട്ട് കുറെ പണം കിട്ടുകയാണെങ്കിൽ അതിലെനിക്ക് ഒരു കുഴപ്പമില്ല മോനെ. ഇപ്പോൾ ആ പാനിപൂരിക്കാരൻ അവനോടൊപ്പം ചേർന്ന് ജോലി ചെയ്യാൻ തയ്യാറായി. പക്ഷെ ഇപ്പോഴും ചന്ദന് മോമോസ്കാരൻ വളരെ മുഖ്യമായി. അതുകൊണ്ട് അവൻ തന്റെ ദേഷ്യത്തെ ശാന്തപ്പെടുത്തിക്കൊണ്ട് മോമോസ് കടക്കാരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവനോട് സോറി ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം നീ. ഞാൻ ആവശ്യമില്ലാതെ നിന്നോട് വെറുതെ ചൂടായി സംസാരിച്ചു പോയി. പക്ഷെ ഇനി മുതൽ എപ്പോഴും ഞാൻ അതുപോലെ ചെയ്യില്ല. ഒരു പക്ഷെ നിനക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്ത് കുറെ പണം ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല ചേട്ടാ. പക്ഷെ നിങ്ങൾ ഏത് ജോലിനെ പറ്റി പറയുന്നോ, അത് എന്ത് ജോലിയാണ്? ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ മോമോസിനെ പാനിപൂരിനുള്ള വെച്ച് ഉണ്ടാക്കിയാലോ? അതിന്റെ രുചി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ 3 പേരും ചേർന്ന് കുറെ പണം ഉണ്ടാക്കാൻ പറ്റും. ഇത് വളരെ നല്ല ഐഡിയ ആണ് ചേട്ടാ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കുറെ പാനിപൂരികൾ വാങ്ങാനുണ്ട്. ഇല്ല, അതിന് ഒരു ആവശ്യമില്ല. ഞാൻ ഈ പാനിപൂരി ചേട്ടനടുത്ത് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിന് തയ്യാറാണ്. നല്ല കാര്യത്തിന് നമ്മൾ എന്തിനാ വൈകിക്കേണ്ടത്? നമ്മൾ 3 പേരും ചേർന്ന് നാളെ രാവിലെ തന്നെ ഈ വ്യാപാരം തുടങ്ങാം. ചന്ദൻ അന്ന് മോമോസ്കാരനോടൊപ്പം അദ്ദേഹത്തിന്റെ കടയിൽ തന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് 2 പേരും ചേർന്ന് മോമോസുകൾ ചെയ്തു. പിന്നെ കൂടെ പാനിപൂരിക്കാരനും പാനിപൂരികൾ തയ്യാറാക്കി അടുത്തു വെച്ചു. ഇപ്പോൾ ഇവർ 3 പേരും കടയുടെ വെളിയിലായി ഒരു ബോർഡ് വെച്ചു. മോമോസ് പാനിപൂരി കട. അത് ശരി ചേട്ടാ, നിങ്ങളുടെ കടയിൽ മോമോസ് കിട്ടുമോ, പാനിപൂരി ലഭിക്കുമോ? ഞങ്ങൾ എല്ലാരും ചേർന്ന് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, മോമോസ് പാനിപൂരി. ഇതിന്റെ ടേസ്റ്റ് വളരെ നന്നായിട്ടുണ്ടാവും. എങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു നോക്കാം. നിങ്ങൾ എനിക്കൊരു പ്ലേറ്റ് മോമോസ് പാനിപൂരി നൽകൂ. ചന്ദനും അവന്റെ കൂട്ടുകാരും ചേർന്ന് വളരെ നന്നായിട്ട് ഒരു പ്ലേറ്റ് മോമോസ് പാനിപൂരി ചെയ്തു. ഇതാ നിങ്ങളുടെ മോമോസ് പാനിപൂരി. ആ പെണ്ണ് മോമോസ് പാനിപൂരി കഴിച്ചു. ഇന്ന് എനിക്ക് നിങ്ങൾ ഒരു വ്യത്യസ്തമായ പാനിപൂരി നൽകിയിരിക്കുകയാണ്. ഇത് എന്റെ അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ എനിക്ക് ഒരു പ്ലേറ്റ് പാക്ക് ചെയ്ത് തന്നേക്കൂ. ചന്ദൻ ഒരു പ്ലേറ്റ് മോമോസ് പാനിപൂരി പാക്ക് ചെയ്ത് ആ പെണ്ണിന്റെ കയ്യിൽ നൽകി. പിന്നെ ഇതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ കടയിലേക്ക് വന്നു. അതുകൊണ്ട് ഇവർ 3 പേർക്കും ഒരേ ദിവസത്തിൽ ഒരുപാട് വ്യാപാരം നടന്നു. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനം ചെയ്താൽ, നല്ല സംസാരം സംസാരിച്ചാൽ നമ്മളെ കൊണ്ട് ഏതൊരു ജോലിയും ചെയ്യാൻ പറ്റും. ഞാൻ ഈ കാര്യം നന്നായിട്ട് പഠിച്ചു. ഇപ്പോൾ ചന്ദൻ തന്റെ ദേഷ്യമെല്ലാം കളഞ്ഞിട്ട് എല്ലാരോടും സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും അവന്റെ മാറിയ ഈ ഗുണങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസം ആ കടയിൽ ജോലി ചെയ്തതിനു ശേഷം ചന്ദന് തന്റെ വീട് ഓർമ്മ വന്നു. പിന്നെ അവൻ തന്റെ വീട്ടിലേക്ക് പോയി. എങ്ങനെയുണ്ടമ്മേ? എനിക്ക് സുഖം തന്നെ മോനെ. നീ എവിടേക്കാ പോയത്? ഞങ്ങൾക്ക് വല്ലാതെ വിഷമമായി മോനെ. ഇനി ഇവിടെ ആരും നിന്നെ ഒന്നും വഴക്ക് പറയില്ല മോനെ. പക്ഷെ നീ വീട്ടിൽ നിന്ന് പോകരുത്. ഞാനിപ്പോ മാറിക്കഴിഞ്ഞമ്മേ. ഞാനിപ്പോഴൊരു സ്വന്തം വ്യാപാരം തുടങ്ങിയിട്ടുണ്ട്. ചന്ദൻ ഇപ്പോ ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. കൈലാഷ്പുര എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. കൈലാഷ്പുരയിൽ എടുത്തു പറയത്തക്ക വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമം ഒത്തൊരുമയ്ക്ക് അറിയപ്പെടുന്നതാണ്. മറ്റുള്ള ഗ്രാമങ്ങൾ, മറ്റുള്ള സ്ഥലത്തിലുള്ളവരെല്ലാരും കൈലാഷ്പുര ഗ്രാമത്തിന്റെ ഒത്തൊരുമയെ പറ്റി വളരെ മഹത്വമായി സംസാരിക്കും. കുറച്ചു ദിവസമായി കൈലാഷ്പുര ഗ്രാമത്തിലുള്ള ജനങ്ങൾ വരൾച്ച കാരണവും മഴയില്ലാത്തതുകൊണ്ടും വളരെ സങ്കടത്തോടെ ആയിരുന്നു. ഈ നദിയിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ എല്ലാം പോയല്ലോ. നദിയും പറ്റിപ്പോയി, കുളവും പറ്റിപ്പോയി. പിന്നെ അടിപ്പമ്പലും കുറെ നേരം അടിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. ഈ നദി കണ്ടാൽ എനിക്ക് ഒരുപാട് ദാഹിക്കുന്നത് പോലെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എല്ലാവരും നഗരത്തിലേക്ക് പോവാം. ഇല്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് 2 നേരം ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ പട്ടണത്തിലേക്ക് പോകുന്നതാണെങ്കിൽ എങ്ങനെ പോകാനാ? നമ്മുടെ കൈവശം അത്രത്തോളം കാശില്ലല്ലോ. പട്ടണം എന്താ ഇവിടെ വളരെ അടുത്താണോ ഉള്ളത്? ബസ്, ട്രെയിന്, ഇങ്ങനെയുള്ള എല്ലാ വണ്ടികളുടെ വാടകയും ഇപ്പോൾ ഒരുപാട് അധികമായിരിക്കുകയാണ്. നീയും പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, വാ, നമുക്ക് ഗ്രാമത്തിലേക്ക് തന്നെ പോയി നോക്കാം. വെയിൽ താങ്ങാൻ പറ്റാണ്ട് ഈ ദാഹത്തിൽ നമ്മൾ കടൽ വെള്ളം തന്നെ കുടിക്കാൻ തോന്നുന്നു. എടാ മുറാരി, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? കടലുള്ള ഉപ്പ് വെള്ളം നമ്മളെ കൊണ്ട് എങ്ങനെ കുടിക്കാൻ പറ്റും? വേറെ എന്ത് ചെയ്യാനാ ഹീരൻ ചേട്ടാ? ഈ വെയിൽ കൊണ്ട് വല്ലാതെ കഷ്ടമായിപ്പോയി. നമ്മൾ ഈ പ്രശ്നത്തിന് എന്തായാലും ഒരു തീർവ് കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മളെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും വലിയ പ്രശ്നം വന്നേക്കും. നമ്മൾ ഇപ്പൊ തന്നെ പോയി ഗ്രാമമേടയിലിരിക്കുന്ന പണ്ടാ ബാബയോട് ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞേക്കാം. നമ്മൾ അവിടെ ചെന്നാൽ ഇക്കാര്യത്തിന് നല്ലൊരു പരിഹാരം ലഭിക്കും. നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം. ഹീരാമണിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് അവരുടെ ഗ്രാമത്തിലുള്ള വളരെ വയസ്സായ ആ പണ്ടാ ബാബയെ കാണാനായി ചെന്നു. അവിടെ ചെന്നിട്ട്, ബാബാജി പ്രണാമം.
പണ്ടാ ബാബ അവരോട് എന്തു പറഞ്ഞെന്നാൽ, പറയൂ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ ഇതുവരെ നിങ്ങൾ ആരും കാണാൻ വന്നിട്ടില്ലല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാരും ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഈ വെള്ളത്തിന്റെ പ്രശ്നം എപ്പോഴാണ് ശരിയാവുക? നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. എല്ലാം തീർന്നുപോയി, എല്ലാം കൈവിട്ടു പോയി മോനെ. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? തെളിവായിട്ടൊന്ന് പറയൂ. ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ട് വരൂ. പിന്നെ എന്റെ അടുത്ത് വന്നേക്ക്. എനിക്കെന്തോ ഈ ബാബ വെള്ളം തായച്ചിട്ട് പ്രാന്തായെന്ന് തോന്നുന്നത്. എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. പണ്ടാ ബാബ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിലുള്ള പഴയ ആ ക്ഷേത്രത്തിലേക്ക് ചെന്നു. ആ സൂര്യദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നതും അദ്ദേഹം, ഇവിടെ നോക്കൂ, നിങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ആർക്കും അറിയില്ലേ ഈ സൂര്യദേവന്റെ വിഗ്രഹം എവിടെ പോയി? ബാബ ഇങ്ങനെ പറഞ്ഞതും എല്ലാരും ആ ശില്പം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. അപ്പോൾ അവർ ആർക്കും അവിടെ യാതൊരു സൂര്യദേവന്റെ ശില്പവും കാണാൻ സാധിച്ചില്ല. ആദ്യം ആ ഭാഗത്തുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പോയ മാസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വിഗ്രഹം എവിടെയായിരുന്നല്ലോ? നീ തന്നെ പറയൂ. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും അറിയുന്നില്ല. വിഗ്രഹം അമ്പലത്തിലുള്ളത് കൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത്? ബാബ, ഏതൊരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. എന്തുണ്ടെങ്കിലും എല്ലാം തെളിവായിട്ടൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ, ഒരു മാസം മുമ്പ് നഗരത്തിൽ നിന്ന് ഒരാള് ഇവിടെ ചുറ്റി കാണാൻ വേണ്ടി വന്നിരുന്നു? അതെ ബാബ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹവും ഈ ക്ഷേത്രത്തിലാണ് തങ്ങിയിരുന്നത്. വാ, ഈ അമ്പലം കാണാൻ നല്ല പഴമയായിട്ടുണ്ടല്ലോ. ഞാൻ ഈ വിഗ്രഹം എടുത്ത് വിറ്റ് കളഞ്ഞാൽ വെച്ചോ, ഞാൻ ഒരേ രാത്രിയിൽ തന്നെ വലിയ പൈസക്കാരനാവും. പക്ഷേ അതിനുവേണ്ടി എനിക്ക് നല്ല തിരമയുള്ള കള്ളന്മാര് വേണമല്ലോ. നഗരത്തിലുള്ള കൊള്ളക്കാരന്മാർക്ക് കാശ് നൽകിയിട്ട് അവരോട് ആ ക്ഷേത്രത്തിലുള്ള ശില്പം മോഷ്ടിക്കാനായി പറഞ്ഞു. ആ കൊള്ളക്കാരന്മാരും രാത്രിയോട് രാത്രിയായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന ആ ശില്പം മോഷ്ടിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ഈ ഗ്രാമജനങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്കുമ്പോ തന്നെ ആരോ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? നിങ്ങളൊക്കെ എന്ത് ഭക്തന്മാരാ? ബാബ, ഞങ്ങൾക്ക് ഇനിയും ഒന്നും മനസ്സിലായിട്ടില്ല. കാര്യം എന്താണ്? ഈ വിഗ്രഹത്തിനും ഈ കാലാവസ്ഥയ്ക്കും എന്താണ് സംബന്ധം? സൂര്യദേവന്റെ വിഗ്രഹം ഇവിടെ അമ്പലത്തിലുണ്ടായപ്പോൾ ഗ്രാമം നിമ്മതിയായിട്ട് എല്ലാരും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ആ വിഗ്രഹം കട്ടുകൊണ്ടുപോയ കാരണമാണ് നമ്മുടെ ഗ്രാമം ഇങ്ങനെ കഷ്ടത്തിലും വരച്ചിലും ഉള്ളത്. ഹീറോമണി പറഞ്ഞത് ശരിയാണ്. എന്നാണ് ആ സൂര്യദേവൻ വിഗ്രഹം ഇവിടെ വെക്കുന്നുണ്ടോ അതുവരെ ഈ ഗ്രാമത്തിന്റെ നിലമ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ആ വ്യാപാരി ചെയ്ത ആ തെറ്റിന് അവൻ തന്നെ അനുഭവിക്കും. ഹീറാമുണിയും മുരാരിയും നഗരത്തിലേക്ക് പോയിട്ട് ആ വിഗ്രഹം എവിടെയാന്ന് കണ്ടുപിടിക്കോ. പിന്നെ വീണ്ടും അത് ഇവിടെ തന്നെ വെക്കണം. ഞങ്ങൾ ഇപ്പൊ തന്നെ നഗരത്തിലേക്ക് പോവാം. നിങ്ങൾ പറഞ്ഞ മാതിരി ഞങ്ങൾ കണ്ടുപിടിച്ച് വെക്കാം. ഇവിടെ നോക്ക്, നീ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്ക്. ഞങ്ങൾ ഇപ്പൊ തന്നെ നഗരത്തിലേക്ക് പോവാ. ബാബ പറഞ്ഞത് കേട്ടിട്ട് മുരാരിയും ഹീരാമണിയും നഗരത്തിലേക്ക് പോകാൻ തയ്യാറായി. അവരുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പുറപ്പെട്ടു പോയി. മുഴുവനായിട്ട് 2 ദിവസത്തിനു ശേഷം അവർ നഗരത്തിൽ ചെന്നെത്തി. അപ്പോൾ ഹീറാമണി പറഞ്ഞു, ഇത്രയും വലിയ നഗരത്തില് നമ്മൾ ആ വ്യാപാരിനെ എവിടെ പോയി കണ്ടുപിടിക്കുക? നീ മാത്രമാണ് അദ്ദേഹത്തിനെ കണ്ടത്. ഞാൻ അയാളെ കാണാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെ അയാളെ കണ്ടുപിടിക്കുക? ചീത്തയുള്ളത് എപ്പോഴും ഇരുട്ടിലാണ് ഉണ്ടാവുമെന്ന് പറയുക. അവിടെ കണ്ടില്ലേ, എല്ലാം ചട്ടപൂർവമായുള്ള കടകളുണ്ട്. പിന്നെ ചട്ടപൂർവം ഇല്ലാത്ത കടകളും അവിടെ ഉണ്ട്. അവിടെ പോയി നോക്കാം. മുരാരിയും ഹീരാമണിയും ആ നിരോധിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോയി. അപ്പോഴാണ് അവരെ ഒരാൾ ആ ഗേറ്റിനടുത്ത് തന്നെ തടഞ്ഞു നിർത്തിയത്. എടോ, എങ്ങോട്ടാ അകത്തേക്ക് പോകുന്നത്? അകത്തൊന്നും പോവാൻ പാടില്ല. എടോ, ആ വ്യാപാരിക്ക് വേണ്ടി നല്ല വില ഉയരുന്ന പൊരുൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ പറയണ്ടേ മുതലാളിയുടെ സുഹൃത്താണെന്ന്. നേരെ അകത്തേക്ക് പോ. നേരെ അങ്ങോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, വേറെ എവിടെയും പോകാൻ പാടില്ല. ഹീരാമണിയും മുരാരിയും രണ്ടുപേരും ആ വീട്ടിനകത്തേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ വീട്ടിനകത്ത് ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിനകത്ത് നിറയെ ഒരുപാട് വിലയുയർന്ന ശില്പങ്ങൾ വെച്ചിരുന്നു. പിന്നെ ആ നഗര വ്യാപാരി ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവർ രണ്ടുപേരും അവർ സംസാരിക്കുന്നത് മറഞ്ഞിരുന്ന് കേട്ടുകൊണ്ടിരുന്നു. സാർ, നിങ്ങൾ ഇന്ന് രാത്രി തന്നെ വരില്ലേ? ഞാൻ എല്ലാ വിഗ്രഹവും ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു സംശയം വരില്ല കേട്ടോ. വേഗം നിങ്ങൾ വന്നേക്കണം. മറക്കാണ്ട് പണവും കൊണ്ടുവരണം കേട്ടോ. ആ നഗരത്തിലുള്ളവൻ സംസാരിക്കുന്നത് കണ്ടിട്ട് ഹീരാമണിയും മുരാരിയും പേടിച്ചു പോയി. പിന്നീട് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. നമ്മളടുത്ത് നേരം കുറവാണ്. നമ്മൾ എങ്ങനെയെങ്കിലും പോലീസിനെ വിളിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ഈ കള്ളനെ നമ്മൾ എത്ര പെട്ടെന്ന് തീരുന്നോ അവനെ വേഗം ജയിലിൽ ഇട്ടേക്കണം.
ഹീരാമണിയും മുരാരിയും ഉടനെ പോലീസിനെ അവിടേക്ക് വരുത്തി. പോലീസിനോട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. പോലീസുകാർ ആ വ്യാപാരിയെ അറസ്റ്റ് ചെയ്തു. എന്നെ വിട്ടേക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വിട്ടേക്ക്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങളുടെ വിഗ്രഹം നിങ്ങൾ എടുത്തു പോയിക്കോളൂ. ഈ കള്ളനെ ഞങ്ങൾ എവിടെ വെക്കണോ അവിടെ നന്നായിട്ട് വെച്ചോളാം. ഹീരാമണിയും മുരാരിയും രണ്ടുപേരും സൂര്യദേവന്റെ ശില്പം എടുത്തുകൊണ്ട് അവിടെ നിന്നും അവരുടെ ഗ്രാമത്തിലേക്ക് വന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ കണ്ടതും ഒരുപാട് സന്തോഷിച്ചു. നിങ്ങളെ കൊണ്ട് ഗ്രാമത്തിൽ വളരെ നല്ലതാണ് നടക്കാൻ പോകുന്നത്. വേഗം തന്നെ ആ വിഗ്രഹം നമ്മൾ അവിടെ തന്നെ വെച്ചേക്കാം. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ചേർന്ന് സൂര്യദേവന്റെ ശില്പം ആ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. ആ ശില്പം അതിന്റെ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേർന്നതും തന്നെ സൂര്യദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭക്തിയോട് വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഈ ഗ്രാമത്തിൽ സൂര്യനിൽ നിന്ന് മഴ പെയ്യും. ഇനി ഈ ഗ്രാമത്തിൽ ജനങ്ങൾ ഏതൊരു കാര്യത്തിനും വിഷമിക്കാനേ പാടില്ല. ഇത് പറഞ്ഞിട്ട് സൂര്യദേവൻ അവിടെ നിന്നും മാഞ്ഞുപോയി. അദ്ദേഹം അവിടെ നിന്നും മാഞ്ഞുപോയതും അവിടെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ വെയിലുകൊണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ തീരാൻ തുടങ്ങി. മഴ വളരെ വേഗതയോടെ പെയ്തു. ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സന്തോഷിതരായി.